നമുക്കറിയോ നുണ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ശരിക്കുള്ള നുണ, ഒന്ന് കേൾക്കാൻ സുഖമുള്ള നുണ. മനസ്സിലായോ? ഇല്ല പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരുത്തനെ വിളിച്ചിട്ട് ചോദിക്കും, എടാ എവിടെ എത്തി, എപ്പോൾ എത്തും ചോദിക്കും. അപ്പോൾ അവൻ പറയും, എടാ 5 മിനിറ്റ് ഞാൻ ഇപ്പം എത്തും, വന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം അവൻ വീട്ടിൽ നിന്ന് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. നമുക്കതറിയാൻ അവനും അറിയാം. എന്നാലും അത് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനം, ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പ്. ഇപ്പം എത്തും എന്നുള്ളൊരു ഹോപ്പ്. ഇനി അതല്ലെങ്കിൽ എപ്പിക്കാറുള്ള സാധനം എല്ലായ്പ്പോഴും എല്ലാവരും പറഞ്ഞ സെയിം സാധനം, നാളെ മുതൽ ഞാൻ എന്തായാലും പിടിക്കും, എന്തായാലും സംശയം ഒന്നും അറിയാം, നാളെ മുതൽ പിടിക്കും. പക്ഷെ ആ നാളെ ഈസി കുത്തു നാളെ നില എത്താനേ പോണില്ല. ആലോചിക്ക പോലും വേണ്ട. ആ നാളെ ഈ യുഗത്തിലാവില്ല. അമ്മാരൊരു നാളെയാണ് ആ നാളെ. ഇനി അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ആരെങ്കിലും വിളിച്ചു, ആൾ ഫോൺ എടുത്തു, ഒരു 2 മിനിറ്റ് ഞാൻ തിരിച്ചു വിളിക്കാൻ. എന്നിട്ട് ആൾ ഫോൺ കട്ട് ചെയ്തിട്ടു. ആ 2 മിനിറ്റ് ആവാനേ പോയി. 10-12 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി തരാവുന്ന മാഗി ഉണ്ടാക്കി തരുന്നവർ ആ 2 മിനിറ്റ് അവിടെ എത്തിയിട്ടുണ്ടാവില്ല. ഇനി അതല്ല, നെറ്റില്ലാത്ത ഏരിയയിൽ പോയിട്ട് നമ്മൾ ഇൻസ്റ്റന്റ് റീലിൽ ലോഡ് ചെയ്താൽ അത് ചിലപ്പോൾ ആയും വരും. എന്നാൽ ഈ 2 മിനിറ്റ് ആയിട്ടുണ്ടാവില്ല. ഇനി അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമെങ്കിലും അപ്പോൾ പോവുക. നമ്മളിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ബാക്ക് കയറിയിരുന്നു. എന്നിട്ട് ചോദിക്കും, എടാ നിങ്ങൾക്ക് വഴി അറിയില്ലേ? അപ്പം പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, കറക്റ്റ് അവൻ ആ വഴി കറക്റ്റായിട്ട് അറിയാം. നമ്മൾ സ്ഥലത്തെത്തും. പക്ഷെ എത്തേണ്ടോട്ടിന് ഒരു ചെറുതായിട്ടൊരു 10-12 കിലോമീറ്റർ അപ്പുറത്താവും മാത്രം. വേറെ പ്രത്യേകിച്ച് കുഴപ്പമില്ല, ചെറുതായിട്ട് മാറി പോകും. ഇത്രയും നാളുകൊണ്ട് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നും ഇല്ലെങ്കിലും നല്ല സമാധാനം. നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു റിലാക്സേഷൻ, അല്ലെങ്കിൽ ഒരു ഹോപ്പ്, അതല്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടില്ലേ? പറയുന്നത് നോണയാന്ന് അവനും അറിയാം, കേൾക്കുന്ന നമുക്കും അറിയാം. അവൻ പറയുന്നത് നോണയാന്ന് നമുക്ക് അറിയാമെന്നും കൂടി അവനറിയാം. എന്നാലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു മനസ്സമാധാനം ഇല്ലേ?